ജനങ്ങളുടെ വിശ്വാസത്തിൽ കൈകടത്തൽ ജനങ്ങൾ മറന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതെ, അതുകൊണ്ടാണ് ഈ പറയുന്ന അതിനൊരു പരിഹാരമായി, ഇതിനൊരു മരുന്നായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചതും അതോടുകൂടി CPM-ന്റെ പതനം ആരംഭിച്ചു എന്ന് പറയേണ്ടി വരുന്നത്. അതിന് പിന്നാലെ ഇങ്ങോട്ട് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ പറയുന്ന ഓരോരുത്തരുടെയും വിശ്വാസം ഓരോന്നാണ്. പക്ഷെ വിശ്വാസികളുടെ മനസ്സിൽ തൊട്ടപ്പോൾ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസത്തിൽ കൈ കടത്തിയതോടുകൂടി CPM-ന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. അതിന് പിന്നാലെ ഒരു കാര്യത്തിനും കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാൻ സാധിക്കാതെ CPM വിരളി പൂണ്ടുന്നു നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോന്നിനും പരിഹാരം കണ്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോന്നിനും ഒരു മറുപടി കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും അടുത്ത എന്തെങ്കിലും ഒരു പ്രശ്നം വരും. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയും ഒരു കളവിനെ ഒരു ന്യായീകരിച്ചു കൊണ്ടുവരുമ്പോൾ അടുത്തൊരു അടുത്ത കളവ് കണ്ടുപിടിക്കപ്പെടുന്നു. ഇത് തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്താണോ ചെയ്തത് അത് അവർക്ക് കോട്ടമുണ്ടാക്കി അല്ലെങ്കിൽ വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്നൊക്കെ പറയുന്നത് പോലെ വോട്ടിന് വേണ്ടി ചെയ്തതെല്ലാം തന്നെയും കയ്യിലുണ്ടായിരുന്ന വോട്ടുകൾ പോലും നഷ്ടപ്പെടുന്നു. CPM പോലും പാർട്ടിക്കെതിരെ തിരിയുന്ന, പാർട്ടി നേതാക്കൾക്കെതിരെ തിരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതെ, പാർട്ടിക്കകത്തുള്ള CPM പോലും പാർട്ടിക്കകത്തുള്ള യഥാർത്ഥ CPM അനുഭാവികൾ അല്ലെങ്കിൽ CPM പാർട്ടിയിലുള്ള അംഗങ്ങൾ പോലും പാർട്ടിക്കെതിരെ തിരിയുന്ന രീതിയിലേക്ക് പോയി.